Welcome to Learning Forward. Learning today, leading tomorrow. Hi students, I am Athini. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചു കുട്ടികൾക്കുള്ള ട്രിക്ക് ആയിട്ടാണ്, ഫ്രാക്ഷൻസ്. മിക്ക കുട്ടികളും കോംപ്ലിക്കേഷൻ ആണെന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. രണ്ട് ഫ്രാക്ഷൻ തരുമ്പോൾ ഇതിൽ ഏതാണ് വലുത്, അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ ഫ്രാക്ഷൻസിനെ ഓർഡറിൽ എഴുതാൻ പറയുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയുക, അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ 3 ടൈപ്സ് ആണ് ഫ്രാക്ഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരിക്കും. For example, 5/8 and 3/8. അപ്പോൾ ഇത് നോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൽ ഏതാണോ വലിയ നമ്പർ അതായിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ. ദാറ്റ് ഈസ് 5/8 ഈസ് ഗ്രേറ്റർ. അപ്പോൾ ന്യൂമറേറ്ററിൽ 5 ആണ് ഏറ്റവും വലുത്, അപ്പോൾ 5/8 ആയിരിക്കും ഏറ്റവും വലുത്. ക്ലിയർ ആയല്ലോ? ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. 2/7 and 4/7. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ നോക്കുക, 2ഉം 4ഉം ഏതാണ് വലുത്? കറക്റ്റ്, 4 ആണ് വലുത്. അപ്പോൾ 4/7 ആണ് വലുത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഞാനൊരു 3 നമ്പേഴ്സ് പറയാം, 3 ഫ്രാക്ഷൻസ്. ദാറ്റ് ഈസ് 3/8, 2/8 and 5/8. അപ്പോൾ ഇവിടെ നോക്കുക, ഡിനോമിനേറ്റർ 8 ആണ്, സെയിം ആണ്. ന്യൂമറേറ്റർ നോക്കുക, ഇവിടെ 3, ഇവിടെ 2. അപ്പോൾ ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഏതാ വലുത്? 3 ആണ് വലുത്. അപ്പോൾ 3/8 ആണ് വലുത്. ക്ലിയർ ആയല്ലോ? 3ഉം 2ഉം കൂടി നോക്കിയപ്പോൾ 3 ആണ് വലുത്. സോ 3/8 ആണ് വലുത്. അപ്പോൾ 2/8 നമ്മൾ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ നെക്സ്റ്റ് നോക്കേണ്ടത് 3/8ഉം 5/8ഉം. അതിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. അപ്പോൾ 3ഉം 5ഉം കൂടി നോക്കുക, ഏതാ വലുത്? കറക്റ്റ്, 5 ആണ്. അപ്പോൾ 5/8 ആണ് വലുത്. ഈസി ആയില്ലേ? അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായല്ലോ? 5/8 ആണ് ഇതിൽ ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ളത്. ക്ലിയർ? അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്റർ ഏതാണോ വലുത് അതെടുക്കുക. ഇനി ന്യൂമറേറ്റർ ആണ് സെയിം എങ്കിലോ? ഞാൻ എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. 8/3, 8/4, 8/2. ഇവിടെ നോക്കിയേ, ന്യൂമറേറ്റർ സെയിം ആണ്. ക്ലിയർ? ന്യൂമറേറ്റർ സെയിം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്റർ ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. നോക്കുക, ന്യൂമറേറ്റർ സെയിം ആയിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ഏറ്റവും ചെറുത് ഏതാണോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. അത് പ്രത്യേകം നോക്കുക. ഡിനോമിനേറ്റർ സെയിം ആയതിൻ്റെ ഓപ്പോസിറ്റ്. സോ ന്യൂമറേറ്റർ ആണ് സെയിം എങ്കിൽ ഡിനോമിനേറ്റർ ഏറ്റവും ചെറുതായിട്ടുള്ളതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ ആണ് സെയിം എങ്കിൽ ന്യൂമറേറ്റർ ഏറ്റവും വലുതായിട്ടുള്ളത് ായിരിക്കും ഫ്രാക്ഷൻ. ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ, 7/4, 7/2. ഇതിൽ ഏതാണ് വലുതെന്ന് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ നോക്കുക, ഏറ്റവും ചെറുത് 2 ആണ്. സോ 7/2 ആണ് വലുത്. 5/2, 5/2ഉം 5/4ഉം. അപ്പൊ ഇതിൽ ഏതാന്ന് നോക്കിയിട്ടുണ്ടെങ്കിലോ, ന്യൂമറേറ്റർ സെയിം ആണ്, അപ്പൊ ഡിനോമിനേറ്ററിൽ ഏറ്റവും ചെറുത് ഏതാണ്? 2 ആണ്. സോ 5/2 ആണ് വലുത്. 5/2 ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ളത്. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറെൻ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, 2/5 and 3/4. ഈ രണ്ട് നമ്പർ നോക്കുക, 2/5 and 3/4. അതിനെ നമ്മൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 4 8, 5 × 3 15. എന്നിട്ട് ഇതിൽ ഏതാണ് വലുതെന്ന് നോക്കുക. 15 അല്ലേ വലുത്? അപ്പോൾ 15 ആണ് വലുത്, അതായത് 3/4 ആണ്. അപ്പോൾ വലിയ നമ്പർ. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 4 is 8, 5 × 3 is 15. അതിൽ ഏതാണോ വലുത് ആ സൈഡിലുള്ള ഫ്രാക്ഷൻ ആയിരിക്കും വലുത്, അതായത് 3/4 ആയിരിക്കും വലുത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സോ നെക്സ്റ്റ് എക്സാമ്പിൾ, 3/8 and 4/5. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 ചെയ്യുക, 4 × 8 ചെയ്യുക. 3 × 5 is 15, 8 × 4 is 32. ഇനി ഇത് രണ്ട് കമ്പയർ ചെയ്തിട്ട് ഏതാ വലുത്? കറക്റ്റ്, 32. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4/5 ആയിരിക്കും ഗ്രേറ്റർ. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന ആൻസേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. ആ ആൻസറിൽ ഏതാണോ വലുത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. Another example, 2/9 and 3/5.
ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 5 is 10. 9 into 3 is 27. ഏതാ വലുത്? 27. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3/5 ആണ് ഗ്രേറ്റർ. അപ്പൊ ഈസി അല്ലേ? അപ്പൊ 3 ടൈപ്സ് ആണുള്ളത്. ഈ 3 ടൈപ്സും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് ഫ്രാക്ഷൻ വന്നാലും ഏതാണ് വലുതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലൊക്കെ നമുക്ക് ക്രമീകരിക്കാനും പറ്റും. അപ്പൊ ഇനി ഫ്രാക്ഷനിൽ ഡൗട്ട് ഉണ്ടെന്ന് പറയില്ലല്ലോ. ഇനി ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ദാറ്റ് ഈസ് 3/8 and 4/6. അപ്പൊ ആൻസർ കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.